ಮಹಿಳೆಗಳಿಗೂ ಮರುಮಾರ್ಗಿಲ್ಲದಂತೆ ಸದ್ದಡಗಿಸಿದ ಜಿಹಾದಿಗಳ ಅಟ್ಟಹಾಸಗಳಿಗೆ ಕಡಿವಾಣವಾಗಿ ಪ್ರತ್ಯುತ್ತರವಿಲ್ಲದಂತೆ ಉತ್ತಡಗಿಸಿದ ಆದರ್ಶ ದಾರಿದ್ರ್ಯದ ಕಾಪಟ್ಯಗಳನ್ನು ಹೊರಹಾಕಿ ಸವಳತ್ತದಂತೆ ನಡುಕ ಹುಟ್ಟಿಸಿದ ತತ್ವ ಮತ್ತು ಸುಜ್ಞಾನದ ಅಬ್ಬರದ ಸಿಕ್ಕಳು ತತ್ವ ಕ್ರಾಂತಿಯ ರಣಕಹಳಿ ಸುನ್ನಿ ವಾಣಿಯ ಗೌರವ ಸಂಪಾದಕರು ಆರೋಪಿಸುವವರ ಅಸೂಯೆಗಾರರ ಜಟಿಲ ಕುಟಿಲ ಕುತಂತ್ರಗಳಿಗೆ ಹಿಗ್ಗದೆ ಬಗ್ಗದೆ ಜಗ್ಗದೆ ಎದೆಯೊಡ್ಡಿ ಹೋರಾಡಿದ ಸುನ್ನಿ ಧೀರ ನಾಯಕ ಅಹ್ಲು ಬೈತಿನ ಧ್ರುವತಾರೆ ಅಸಯ್ಯದ ಜಲಾಲುದ್ದೀನ್ ಅಲ್ ಹಾದಿ ತಂಗಲ್ ಉಜ್ರೆ ಇವರನ್ನ ಆತ್ಮೀಯವಾಗಿ ಪ್ರಭಾಷಣಕ್ಕೆ ಬೇಕಾಗಿ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇವೆ. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين. أما بعد، ولتكن منكم أمة يدعون إلى الخير يأمرون بالمعروف وينهون عن المنكر. صدق الله مولانا العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, ഉലമാക്കൾ, മദീന എന്ന സാന്ത്വന തീരം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് 3 ദിവസം തുടരെ നമുക്ക് പ്രസംഗിച്ചു തരുന്ന സുന്നിവാണി എന്ന് പറയുന്ന അത്ഭുത പത്രത്തിന്റെ ചീഫ് എഡിറ്ററായ തോക്കെ മുഹിയുദ്ദീൻ കാമിൽ സഖാഫി ഉസ്താദ് അവர்கள் സുന്നിവാണി പത്രത്തിന്റെ പ്രവർത്തകന്മാർ, SSFന്റെയും SYSന്റെയും കർമ്മധീരരായ പ്രവർത്തകർ, സയ്യിദ് മദനി ദർഗാ ഷരീഫിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്ന മഹത്തായ പ്രഭാഷണ പരമ്പര ഒരുപക്ഷേ സുദീർഘമായ 3 ദിവസം പ്രഭാഷണം നടത്താൻ കർണാടകയിൽ പണ്ഡിതന്മാരുണ്ടോ എന്നൊരു പക്ഷേ പലരും സംശയിച്ചിട്ടുണ്ടാകാം. അതിനൊക്കെ മറുപടി എന്ന നിലക്ക് നമ്മുടെ ഈ നാട്ടിൽ സുപരിചിതരും കർണാടക മൊത്തവും കേരളത്തിലും അറിയപ്പെടുന്ന മഹാപണ്ഡിതനാകുന്ന നമ്മുടെ തോക്കെ ഉസ്താദിന്റെ പ്രഭാഷണമാണ് നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ സമയം നമുക്ക് അനുവദിച്ചിട്ടുമില്ല. കർണാടകയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നതുകൊണ്ട് ഒരു പ്രത്യേകത ഈ ഇലക്ഷനിലുണ്ടോ എന്ന് പലരും ചിന്തിച്ചു പോവുകയാണ്. ഇതുമാകട്ടെ സഹോദരങ്ങളെ, ആദർശങ്ങൾ വിശദീകരിക്കുന്ന പാർട്ടിയിൽ സേവനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സുന്നിവാണി എന്ന് പറയുന്ന പത്രം, എല്ലാവർക്കും അറിയാം സുന്നിവാണി എന്താണ് എഴുതുന്നത് എന്ന്, പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന്. കർണാടകയിലെ ഒരുപാട് പത്രങ്ങളുണ്ടെങ്കിലും ചില സംഘടനകളെ സംബന്ധിച്ച് പേര് വരെ എഴുതാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി അവരുടെ ആശയ
ആശയങ്ങൾ, ആദർശങ്ങൾ, കള്ളത്തരങ്ങൾ എല്ലാം വളരെ വ്യക്തമായി തുറന്നെഴുതുന്ന ഒരു പത്രം. അത് സുന്നിവാണി മാത്രമേ ഉള്ളൂ. ഈ മാസം ഏപ്രിലിൽ ഇറങ്ങിയ പത്രം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ചേലാരിസത്തിന്റെ പേരിൽ പല കുഗ്രാമങ്ങളിലും പല തെരുവോരങ്ങളിലും കള്ളത്തരങ്ങളും കൂമ്പാരങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ചില പ്രാസംഗികന്മാരെ സംബന്ധിച്ച് അവർ തനിനിറം വളരെ വ്യക്തമായി ഫോട്ടോ സഹിതം ഈ ഏപ്രിൽ മാസത്തിന്റെ സുന്നിവാണിയുടെ അവസാന പേജിൽ നിരത്തിയതായി നമുക്ക് കാണാം. PP എന്നല്ല, ഏത് വൃത്തികെട്ട പ്രസ്ഥാനത്തെ സംബന്ധിച്ചും വളരെ വ്യക്തമായി അവരുടെ തനിനിറം എഴുതുന്ന ഒരേ ഒരു പത്രമാണ് സുന്നിവാണി. എല്ലാവർക്കും അറിയാം സുന്നിവാണിയെ സംബന്ധിച്ചിടത്തോളം. ഞാനത് കൂടുതൽ പറയുകയില്ല. അതിന്റെ പ്രചരണാർത്ഥമാണ് മഹത്തായി പരിപാടി ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകരും കർണാടകയിലെ എല്ലാ മുക്കുമൂലകളിലേക്കും കുഗ്രാമങ്ങളിലേക്കും സുന്നിവാണി എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യണം, ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ തുറന്നെഴുതുന്ന എഴുത്തുകാരന്റെ പേനയിൽ നിന്ന് ചലിക്കുന്ന ആ പേനത്തോട് മഷിക്ക് രക്തത്തിന്റെ വിലയുണ്ട് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പ്രഖ്യാപിക്കുകയുണ്ടായി. പേനയിൽ നിന്ന് പലർക്കും മഷി ചുരത്താൻ കഴിയും. ഏതാൾക്കും പേനയിൽ മഷി കയറ്റിയാൽ അതിന് പുറത്തേക്ക് ചുരത്താൻ കഴിയും. എന്ത് വേണമെങ്കിലും എഴുതാൻ കഴിയും. പക്ഷെ സത്യസന്ധമായ രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ആവശ്യപ്രദമാകുന്ന രീതിയിൽ, അതാത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വളരെ വ്യക്തമായി ചില വിഷയങ്ങൾ തുറന്നെഴുതാൻ പലർക്കും മടി തോന്നാറുണ്ട്, പേടി തോന്നാറുണ്ട്. പത്രത്തിന്റെ സർക്കുലേഷന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ, പത്രത്തിന്റെ ചെലവിന്റെ വിഷയത്തിൽ പലർക്കും പേടി തോന്നാറുണ്ട്. അതുകൊണ്ട് പലരും പല വിഷയങ്ങളും തുറന്നെഴുതാറില്ല. നമുക്കറിയാം, പത്രങ്ങളുടെ പേരൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ മേഖലയിൽ ഞങ്ങളെ പത്രത്തിന്റെ സർക്കുലേഷൻ നടക്കുമോ, അതിന്റെ എണ്ണം തീരുമോ, അല്ലെങ്കിൽ അത് ചെലവാകുമോ, അത് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നൊന്നും നോക്കാതെയാണ് സുന്നിവാണിയുടെ കോളങ്ങൾ ഇസ്ലാമിക ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇക്കാലഘട്ടത്തിന്റെ വളരെ വളരെ ആവശ്യമായ ഒരു പത്രമാണ് സുന്നിവാണി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രവർത്തകരും സുന്നിവാണിയെ എല്ലാ മേഖലയിലേക്ക് ഘടിപ്പിക്കാൻ കഴിയും എന്നൊരു ചിന്ത എല്ലാ പ്രവർത്തകന്മാരുടെയും മനസ്സിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങൾ, സുന്നിവാണിയുടെ മുന്നോട്ടുള്ള പോക്ക് ഒരു നയാ പൈസ ലാഭത്തിലല്ല പോകുന്നത്. ഓരോ മാസവും അത് ഇറങ്ങുമ്പോൾ അടുത്ത മാസം അതിന് അടിക്കാനുള്ള സംഖ്യ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി ആ പത്രത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 പേജുള്ള പത്രം ഇന്ന് 16 പേജിലായിട്ടുണ്ട്. 4 പേജ് കൂട്ടിയിട്ടുണ്ട്. പ്രതിസന്ധിയുടെ ആ പോക്കിനിടയിൽ 4 പേജ് പിന്നെയും കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിന്റെ പ്രചാരകരാകണം, അത് പ്രചരിപ്പിക്കണം. അത് സുന്നത്ത് ജമാഅത്തിന്റെ ദഅവയുടെ ഭാഗമാണെന്ന് കരുതി എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫിത്നയും ഫസാദും വർദ്ധിച്ച ഈ ആധുനിക കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ പ്രചരണ പ്രബോധനങ്ങൾക്ക് എത്ര കണ്ടും വേറെ പ്രശസ്തിയും സവാബും കൂലിയുമുണ്ടോ എന്നത് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രക്തസാക്ഷികളുടെ കൂടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണ മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നത്. അതിന്റെ പ്രധാന ഒരു മേഖലയാണ് നമ്മുടെ സുന്നിവാണി പത്രം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുകയല്ല, പറയുന്നില്ല. എല്ലാവരും അതിന് വലിയ ദൗത്യമായി ഏർപ്പെടുത്തുന്നുണ്ട്. ആ സുന്നിവാണി പത്രത്തെ വിജയിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് മാസഘട്ടത്തിൽ സുന്നിവാണിയുടെ ഓഫീസ് വരാൻ പോവുകയാണ്. അല്ലാഹു വിപുലമായ രീതിയിൽ സുന്നിവാണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് ഇപ്പോൾ പശ്ചിമവള അതിനെ മുഖമെടുത്തുകൊണ്ട് വളരെ കൂടുതൽ ശ്രമിച്ചുകൊണ്ട് അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും സഹായിക്കണം. നമുക്കറിയാം, ഈ നാട്ടുകാരനായ അബ്ദുൽ ഖാദർ സാഹിബ് അവരാണ് നെൽകോട് പശ്ചിമവളയുടെ പ്രഗത്ഭനായ വൈസ് പ്രസിഡന്റ്. അവരുടെ ഒത്താശയോടുകൂടി മംഗലാവിനെ കുറിച്ച് ഒരു വിപുലമായ ഒരു
ഓഫീസ് ഹാളും ആദ്യകാലത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അവരുടെ മേൽനോട്ടത്തിൽ പശ്ചിമവളയുടെ പ്രവർത്തനങ്ങൾക്കും മംഗലാപുരം ശക്തനായ സംഘത്തിന്റെയും മംഗലാപുരം പിന്നെ കാന്തസംഘത്തിന്റെയും സജീവമായ പ്രവർത്തനങ്ങൾക്ക് തുറന്നു തന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ സാഹിബ്. അതുകൊണ്ട് ആ ഒരു ഓഫീസിൽ നിന്ന് ആദ്യകാലത്തിൽ അതിന് ഉദ്ഘാടനം നടത്തുന്നു. നാട്ടുകെട്ടയിലും ഇന്നവാനിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തുന്നു. വിപുലമായ ആശയ പ്രചരണം നടത്താൻ നമുക്ക് പ്രവർത്തിക്കുന്നതിനാകട്ടെ ഇന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന മഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോടിക്കൊണ്ട് ഈ മഹത്തായ ഇതിന്റെ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന ഹനഖഹുലുദുദ ಖ್ಯಾತ ಲೇಖನಿ ಸಮರವನ್ನು ಮಾಡುತ್ತಿರುವ ಕೋಟೆ ಉಸ್ತಾದರವರ ಲೇಖನಿ ಸಮರದೊಂದಿಗೆ ಕಾರ್ಯಚರಿಸುತ್ತಿರುವ ಸುನ್ನಿವಾಣಿ ಅಷ್ಟ ದಿಕ್ಕುಗಳಲ್ಲಿ ಹಬ್ಬಿ ಅರಣ್ಯನ್ನು ಆರೈಸಿದ ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿ ಒಂದೆರಡು ನಿಮಿಷ ಮಾತನಾಡಿದ ಅಸಯ್ಯದು ಜಲಾಲುದ್ದೀನ್ ಅಲ್ ಹಾದಿ ಟನಲ್ ಇವರಿಗೆ ಅಭಿನಂದನೆಗಳು. ಇದೀಗ ಸಮಯದ ವಿಳಂಬ ಇರುವುದರಿಂದ ಒಂದೆರಡು ನಿಮಿಷ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡುವುದಕ್ಕೆ ಬೇಕಾಗಿ ಕರ್ಮಧೀರ ಕಾರ್ಯಕರ್ತ ನಿಸ್ವಾರ್ಥ ದೀನಿ ಸೇವಕ ದರ್ಗಾ ಸಮಿತಿ ಉಳ್ಳಾಳ ಇದರ ಅಧ್ಯಕ್ಷರೂ ಆದ ಯುಎಸ್ ಹಂಸಾ ಇವರನ್ನ ಮೈತ್ರಿಯದತ್ತ ಆತ್ಮೀಯವಾಗಿ ಆಹ್ವಾನಿಸುತ್ತಿದ್ದೇವೆ. ಪತ್ರಿಕಾ ಮಂಡಳಿ ಹಾಗೂ ಶಾಖೆ ಇದರ ಜಂಟಿ ಆಶ್ರಯ ತಮ್ಮೆಲ್ಲರೊಡನೆ ಆಶೀರ್ವಾದ ಕೊಡುತ್ತಾರೆ. ಇಂದು ಮೂರನೇ ಮಾತು ಪ್ರಭಾಷಣ ಕುರಿತು ಇದರ ಕೇಂದ್ರಬಿಂದು ನಾನು ಸರ್ಕಾರ ഇന്നത്തെ ദുആ കാര്യക്രമಕ್ಕೆ സയ്യിദ് മദനി അറബിക് ട്രസ്റ്റിലെ പ്രൊഫസറായ ചെറുമഞ്ചി ഈ ಕಾರ್ಯಕ್ರಮത്തെ ഉദ്ഘാടനಕ್ಕೆ ബഹുമാന്യരായ സയ്യിദ് സലാലുദ്ദീൻ ഉജില തന്ന ഉസ്താദ് അതുപോലെ ವೇದಿಕೆಯಲ್ಲಿ നിങ്ങളെ ദർഗാ ഷരീഫിലെ പ്രധാന ಕಾರ್ಯದರ್ಶಿ സുല്ലേഫക അതുപോലെ മുക്കസൂരി പള്ളിയിലെ നിങ്ങളെ കേന്ദ്ര ജമാഅത്തിന്റെ മാജി കോശാധികാരി അബ്ദുൽ ഖാദർ ഹാജി ವೇದಿಕೆಯಲ್ಲಿ ಎಲ್ಲ ഉസ്താദ്മാരുള്ളവർ എല്ലാ ഗണ്യ വ്യക്തിമാരും അതുപോലെ കൂടെ കൂടിയ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഇന്ന് മദീനത്തെ വിഷയത്തിൽ തോക്കിയ ഉസ്താദ് 3 നാൾ ಕಾರ್ಯಕ್ರಮ ಆಗೋಬಿಸಿದೆ. ಇಪ್ಪ ಸಮಯ ಬಾರಿ ಕೊರಡಿರುವುದು ನಾನು ಯಾರ ಪಲ್ಕರನ್ನು ಅಪೇಕ್ಷೆ ಆಗಿಲ್ಲ. ಕಾರಣ ಈ 3 ನಾಲ್ಕು ಕಾರ್ಯಕ್ರಮವು ಅಲ್ಲಾಹುವಿನ ಅನುಗ್ರಹದಲ್ಲಿ ಇದರಲ್ಲಿ ಯಶಸ್ವಿ ನಡೆಕಟ್ಟಿದಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ಚಲೋದು ಇಷ್ಟಪಡಿದೆ. ಇಪ್ಪ ಸುನ್ನಿವಾಣಿ ಪತ್ರಿಕೆ ಎಲ್ಲ ನಾವು ನಿങ്ങളെ ತಿಂಗಳು
ಎಲ್ಲ ಫಸ್ಟ್ പേജിൽ പിടിച്ച് ലാസ്റ്റ് പേജിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഊർജ്ജമുള്ള നല്ല നല്ല വിഷയത്തിൽ അതിനുള്ളിൽ ബഹുമാനാകപ്പെട്ട തോറ്റോസ്താദ് ഏത് സത്യ ഏത് അസത്യ ചൊല്ലതായ വിഷയത്തിൽ വിവരമയത്തിൽ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജീവനാക്കുന്നു എങ്ങനെ വീണു ചൊല്ലതായ ഒരു പഠിപ്പു എല്ലാ വിഷയവും അതിൽ കുളങ്കഷമായിട്ട് ആ തിങ്കൾ വേണ്ട വിഷയത്തിന് ഒരു വരതി തന്നോണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ആ തോജോസ്താദിന് ഇനിയും ആവശ്യത്ത് കൊടുത്തിട്ട് നമുക്ക് മാർഗദർശനം നൽകണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമുക്ക് സന്ദർഭത്തിൽ ചൊല്ലാൻ ഇഷ്ടപ്പെടുന്നത്. അതേപോലെ മദീനത്തെ വിഷയത്തിൽ എന്തിനെല്ലാം അവിടെ ഉണ്ട് മക്ക മദീന ഈ ജാഗയ്ക്ക് എല്ലാവരും കൂടുകൂ എല്ലാ ആ ജാഗയെ നോക്കൊണ്ടുള്ളതായ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നു. അത് എങ്ങനെ ഉണ്ട് ചൊല്ലുന്നതായ വലിയ ഭാഗ്യമെടുത്തേക്കത് അതിലെ വിവരണമേക്ക് ഈ 3-4 വർഷാദികൾ ചൊല്ലോ സാധ്യത ഉണ്ടാകുന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ಸ್ವಲ್ಪ അങ്ങനത്തേതായ ഒരു ഭാഗ്യ ആ ജാഗയ്ക്ക് പോയേ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യ. ഇപ്പ നമുക്ക് ಈ 3-4 ಆ ವಿಷಯ ಹೊಸದು ಚೊಂತರು ನಾನು ಇಬ್ಬರಿಗೆ ಕೆಲವೊಂದಿಗೆ ಸುನ್ನತು ಜಮಾಅತರ ಅಡಿಸ್ಥಾನದಲ್ಲಿ ನಿರ್ತೀನಿ ನಮಗೆ ಎಲ್ಲದಕ್ಕೂ ವಿಜಯ ಉಂಟು ಚೊಂತು ಇದು ನಾಚನ್ನೆ ಪಲ್ಕಲ್ಲ ಬಹುಮಾನಾಂಗಪಟ್ಟ ಶೇಖ್ನ ತಾಜುಲ್ ಉಲಮಾ ಉಸ್ತಾದ್ ಅಲ್ಲಾಹು സുബ്ഹാനഹു വ തആല ദീർഘ ആയുസ്സും ആഫിയത്തും ആലയമെ തരട്ടെ. ചൊന്നിട്ടെങ്കിൽ തങ്ങളെ റൂമിൽ പോയിട്ട് വ്യത്യാസാക്കുന്നത് അത് നാം ചൊല്ലുക തങ്ങളെ സെക്രട്ടറി ഞങ്ങൊട്ടിಗೆ പോകുമ്പോൾ ഫസ്റ്റിലോട് പോയി പ്രതീക്ഷിച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് എന്നോട് അത് എല്ലാ കാര്യം നടന്നുകൊണ്ട് പോകും ചൊല്ലെ ആ ഒരു ബായിൽ ചൊല്ലെ പങ്കെടുപ്പിക്കരുത്. അങ്ങനെ സബರು ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോയതായ ഉസ്താദ്മാർ അങ്ങനെ ആദർശ പ്രകാരം ഞങ്ങൾ നടന്നുകൊണ്ടു അള്ളാഹു തൗഫീഖ് നൽകി അതേ ആധാർ സ്ഥാനത്തിൽ നീണ്ടു നടക്കുകയുള്ളേ. കേന്ദ്ര ജമാഅത്തും അതേപോലെ നടന്നുകൊള്ളേ ಎಲ್ಲರ ಸಹಕಾರത്തോടു കൂടെ നടന്നുകൊള്ളേ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചെന്ന അഭിവൃദ്ധി കാര്യത്തിലുള്ള കൈയിട്ട അത് ഞങ്ങളെ ആശീർവാദത്തോടുകൂടെ പിന്നെ നിങ്ങളെല്ലാവരും ഒരു ആശീർവാദമായിട്ടിരിക്കരുത്. ഇതിന്റെ ഞങ്ങളെ എല്ലാ കാര്യರೂಪ ಕಾರ್ಯಚಟುವಟಿಕೆ ಕೇಂದ್ರ ಜಮಾತು ನಡೆದರೆ ಅವನ ಸೋಲು ಈ ಕಾರ್ಯಕ್ರಮ നല്ല ಯಶಸ್ವಿ ನಡೆಕಟ್ಟೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಜೊತೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಈ ಮುನ್ನಾಟ ಕಾರ್ಯಕ್ರಮ നല്ല ಯಶಸ್ವಿ ನಡೆಕಟ್ಟೆ ಜೊತೆ ಇನ್ನೂರು ಜೊತೆ ನಮಗೆ ಕಂಡು ಬಂದ ನಿಕ್ವಟ್ರ ವಾಹನ ದವನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಚಿಕ್ಕ ಸಮಯದಲ್ಲಿ ಚೊಕ್ಕವಾಗಿ ಮಾತನಾಡಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಉಳಿದುಬಿಸಿದ ಯುಎಸ್ ಹಂಸಾ ಅಧ್ಯಕ್ಷರು ದರ್ಗಾ ಸಮಿತಿ ಉಳ್ಳಾಲ ಇವರಿಗೆ ಅಭಿನಂದನೆಗಳು. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಸಮಕಾಲೀನ ವಿದ್ವಾಂಸ ಲೋಕದ ಧ್ರುವತಾರೆ ಬಹುಮುಖ ಸೇವೆಯಲ್ಲಿ ಬದುಕನ್ನು ಸಲ್ಲಿಸಿದ ಉಲಮಾ ನಾಯಕ ಪ್ರವಾಸನ ವೇದಿಕೆಗಳಲ್ಲಿ ಸಾಟಿ ಇಲ್ಲದ ಸಾಮ್ರಾಟ ಮುಹಿಯುದ್ದೀನ್ ಕಾಮಿಲ್ ಸಫಾಫಿ ತೋಕೆ ಮದೀನತುಲ್ ಮುನವ್ವರ ವಿಶ್ವಾಸಿಗಳ ಅಂತಿಮ ಅಭಯ ಕೇಂದ್ರ ಪ್ರವಾದಿ ಶ್ರೇಷ್ಠರ ಪಾವನ ಪಾದಸ್ಪರ್ಶದಿಂದ ಪುನೀತಗೊಂಡ ಮದೀನದಲ್ಲಿ ಅಂತ್ಯವಿಶ್ರಮಗೊಳ್ಳುತ್ತಿರುವ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರವರ ಹೆಸರಿನಲ್ಲಿ ಮದೀನಾ ಸ್ವಾಂತನ ತಾಣ ಎಂಬ ವಿಷಯದ ಕುರಿತು ಮತ ಪ್ರವಾಸನಗೈಯುವುದಕ್ಕಾಗಿ ಉಸ್ತಾದರನ್ನ ಆತ್ಮೀಯವಾಗಿ ಮೈಕ್ ನೀಡದಂತ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮದ ನೇರ ವೀಕ್ಷಣೆಗಾಗಿ www.islamicfans.com ನೇರ ವೀಕ್ಷಣೆಯಲ್ಲಿದೆ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن
شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا شفيع الله الصلاة والسلام عليك يا سيدي يا شفيع الله نشهد أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في الله حق جهاده وعبدت ربك حتى أتاك اليقين فجزاك الله عنا أفضل وأكمل وأطيب وأحسن وأجزل ما جزى به نبيا عن أمته يا خير خلق الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا صدق الله العلي العظيم وقال نبينا وسيدنا محمد صلى الله عليه وسلم إن المدينة قبة الإسلام ودار الإيمان صدق رسول الله صلى الله عليه وسلم بالمصطفى المجتبى خير الأنام ومن جلالة نزلت في مدحه الصور ثم الصلاة على المختار ما طلعت شمس النهار وما قد شعشع القمر ثم الرضا عن أبي بكر خليفته من قام من بعده للدين ينتصر كذا أبو حفص الفاروق صاحبه من قوله الفصل في أحكامه عمر وجد لعثمان ذي النورين من قبلت له المحاسن في الدارين وهو فاروق كذا علي مع ابنه وأمهما أهل العباء كما قد جاءنا الخبر سعد سعيد بن عوف طلحة وأبو عبيدة وزبير سادة غرر وحمزة وكذا العباس سيدنا ونجله الخير من زلت به الغير من هجرة المختار
الدار تبكي مكة وبيوتها وترى المقام وتعبت وحكيمها حجر وأسود عتبة من لم يزر لم يلقريها نسيما صلى عليك مسلما تسليما. ബഹുമാനവും ആദരവുമുള്ള നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഉജുറതങ്ങൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ഉള്ളാള സയ്യിദ് മദനി ദർഗാ കമ്മിറ്റിയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട US ഹംസ സാഹിബ്, ദർഗാ കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇല്യാസ് ഹാജി, അതുപോലെ ഈ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ,
സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പരിപാടി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ദീനിനു വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കും പ്രവർത്തകന്മാർക്കും അല്ലാഹു തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. സുന്നിവാണി പത്രത്തിന്റെ വഴിയായി ആ പത്രത്തിന്റെ പ്രചരണത്തിന് വേണ്ടി SSF മേലങ്കോട് യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മഹത്തായ പരിപാടിയുടെ തുടക്കമാണ് ഇന്ന്. മദീന വിശ്വാസിയുടെ സാന്ത്വനത്തെയും മദീന സാന്ത്വനത കാണ എന്ന വിഷയം, ആ വിഷയത്തിൽ മാത്രം 3 ദിവസത്തോളം ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ, ദീർഘായുസ്സുണ്ട് എങ്കിൽ നമുക്ക് 3 ദിവസം വരെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. നിങ്ങളെല്ലാവരും ഈ പരിപാടി എല്ലാ ദിവസവും വന്ന് സഹകരിച്ചുകൊണ്ട് വിജയിപ്പിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സഹോദരന്മാരെ, ഞാൻ ആമുഖം വിശദമായി നീട്ടി സംസാരിക്കാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മദീന വിശ്വാസിയുടെ സാന്ത്വന തീരം എന്ന ഈ ഒരു വിഷയം മാത്രം തിരഞ്ഞെടുക്കാൻ കാരണമെന്താണ്? 3 ദിവസത്തോളം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചിലർ പറഞ്ഞു, ഓരോ ദിവസത്തിലും ഓരോ വിഷയം സംസാരിക്കുകയല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു, അല്ല, ഒരൊറ്റ വിഷയം മാത്രം നമുക്ക് 3 ദിവസം വരെ സംസാരിക്കണം. ഒരുപാട് വിഷയങ്ങൾ മദീനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് മക്ക, രണ്ടാമത്തേത് മദീന, മൂന്നാമത്തേത് ബൈത്തുൽ മുഖദ്ദസ് അതിന്റെ പരിസരവും. ഇങ്ങനെ ഈ 3 സ്ഥലങ്ങൾ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ഈ 3 സ്ഥലമല്ലാത്ത ലോകത്തുള്ള എല്ലാ സ്ഥലവും ഒരുപോലെയാണ് എന്നതിനർത്ഥമില്ല. വളരെ സുപ്രധാനമായ, വളരെ കൂടുതൽ ബഹുമാനവും മഹത്വമുള്ള സ്ഥലം 3 എന്നല്ലാതെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ് എന്ന് ചില ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയല്ല. ഞാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവുകൾ എന്റെ പ്രസംഗത്തിൽ പറയും. ഈ 3 സ്ഥലങ്ങളിൽ മദീനയെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു വിഷയമായി തെരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? അത് മദീന എന്നത് ഈമാനിന്റെ കേന്ദ്രമാണ്. ഒരു വിശ്വാസിയുടെ മടക്കം, വിശ്വാസിയുടെ ഹൃദയത്തിന്റെ കണക്ഷൻ അവൻ
അവന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളിലും മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദീനയുമായി ബന്ധപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇല്ല. അവൻ രാവിലെ കടന്ന സ്ഥലത്തു നിന്ന് എണീച്ചത് മുതൽ രാത്രി വീണ്ടും അതേ കടത്തത്തിലേക്ക് ഉറക്കത്തിലേക്ക് പോകുന്നതുവരെ അവന്റെ എല്ലാ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും മദീനത്തുൽ മുനവ്വറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദീനയുമായി കണക്ഷനില്ലാതെ മദീനയുമായി അകന്നു നിൽക്കാൻ വിശ്വാസിയുടെ മനസ്സൊരിക്കലും കേൾക്കുകയില്ല, വിശ്വാസിയുടെ മനസ്സൊരിക്കലും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഹത്തായ മദീന എന്ന വിഷയം 3 ദിവസത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നല്ലതുപോലെ പറയുവാനും കേട്ട് മനസ്സിലാക്കുവാനും ആ മദീനയുടെ മഹോന്നതമായ സ്ഥാനത്തിനോട് യോജിച്ച നിലക്കുള്ള ബഹുമാനവും ആദരവുകൾ നൽകാനും യജമാനനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മദീനയോട് അനുയോജ്യമായ പദവിയോട് യോജിച്ച നിലക്ക് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ കുറവുകൾ വന്നോ എങ്കിൽ അല്ലാഹു നമുക്കത് പൊറുത്തു തരുമാറാകട്ടെ എന്നും കൂടി ആദ്യമായി ദുആ ചെയ്യുകയാണ്. മദീനയിലേക്ക് പോകുന്നതും മദീനയുമായി ബന്ധം പുലർത്തുന്നതും മദീനയുമായി കണക്ഷൻ സ്ഥാപിക്കുന്നതും അതൊക്കെ ശിർക്കിന്റെയും കുഫ്രിയത്തിന്റെയും ഏർപ്പാടുകളാണെന്ന് പറയുന്ന മദീനയുടെ ശത്രുക്കൾ നമ്മുടെ നാടുകളിലുണ്ട്. വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് മദീനയുടെ പാവിത്രതയും മഹത്വവും എടുത്തു കളയുന്ന ഒരുപാട് പൈശാചിക പ്രവർത്തകന്മാർ പരിസരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും മദീനയുടെ മഹത്വം മനസ്സിലാക്കണമെന്നും എന്തിനാണ് 3 ദിവസത്തോളം മദീന എന്ന സബ്ജക്ട് ഇവിടെ തെരഞ്ഞെടുത്തുകൊണ്ട് സംസാരിക്കുന്നതെന്നും എല്ലാ ഈ പ്രസംഗം കാതുകൊടുക്കുന്ന ശ്രവിക്കുന്ന എല്ലാ ജനങ്ങളും മനസ്സിലാക്കണമെന്ന് പ്രസംഗത്തിന്റെ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, മദീനയും മക്ക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രസിദ്ധമായ 2-3 സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ മക്കയും മദീനയും വളരെ കൂടുതൽ പവിത്രതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരാകുന്ന അയിമത്തുകളിൽ ഒരു ചർച്ച വരുന്നു, ഇമാമിയങ്ങളിലൂടെ വരെ ചർച്ചകൾ ഉണ്ടാകുന്നു. എന്താണ് ആ ചർച്ച? മദീനയിലാണോ കൂടുതൽ പുണ്യമുള്ളത്, അതല്ല മക്കത്തുൽ മുകറമക്കയാണോ ബഹുമാനം അധികമുള്ളത് എന്ന ചർച്ച മഹാന്മാരാകുന്ന അയിമത്തുകളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. പൂർവികന്മാരാകുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാകുന്ന മഹാന്മാരാകുന്ന ഇമ്മത്തുകൾ, ഇസ്ലാമിന്റെ ആധികാരികമായ ശബ്ദമായ ഇമാമുകൾ, ആ ഇമാമുകളുടെയുള്ള ചർച്ചയാണ് മദീനക്കാണോ കൂടുതൽ പുണ്യം, അതല്ല മക്കൾക്കാണോ കൂടുതൽ മഹത്വം, ഏതിനാണ് ബഹുമാനം എന്നത് ഇമാമികളുടെ ഇടയിൽ ചർച്ചകൾ നടക്കുകയാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് അടക്കമുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാർ അവർ പ്രഖ്യാപിക്കുകയാണ് മദീനക്കാണ് മക്കയേക്കാൾ കൂടുതൽ ബഹുമാനമുള്ളത്. മക്ക
മക്കയേക്കാളും ഒരുപാട് മഹത്വങ്ങൾ മദീനയ്ക്കുണ്ട്. അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്നത് മദീനത്തുൽ മുനവ്വറയാണ് എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാകുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കയേക്കാൾ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് മദീനയ്ക്കാണ്. ഇങ്ങനെ ഒരുപാട് ഇമാമുകളും മഹാന്മാരും മദീനയ്ക്കാണ് കൂടുതൽ മഹത്വമുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കയിലേക്കാണ് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത്. മദീനയെക്കാളും വളരെ ഒരുപാട് മഹത്വമുള്ളത് മക്കയ്ക്കാണ്. ഇത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്, തീരുമാനമാണ്. അങ്ങനെ പൂർവകാലഘട്ടത്തിലുള്ള അയിമ്മത്ത് പരിശുദ്ധമായ മക്കയെ സംബന്ധിച്ചും മദീനയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. ഇരു വിഭാഗവും അതിൻ്റെതായ തെളിവുകൾ കുറിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ നിലയ്ക്ക് പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു മഹത്തമായ ചർച്ച തന്നെ നടക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ പൂർവകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഈ മഹത്വത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ മദീനയിലേക്ക് വന്ന സ്ഥാനം നൽകിയ മഹാന്മാർ ഒരുപാട് കാരണങ്ങൾ അതിന് ഉദ്ധരിക്കുന്നുണ്ട്, ഒരുപാട് തെളിവുകൾ സമർപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. ആ മക്കയിൽ നിന്ന് അവിടുത്തെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മക്കയെ വിട്ടുകൊണ്ട് സ്വന്തം ജന്മനാടാകുന്ന മക്കയും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് തോട്ടങ്ങളെയും പറമ്പുകളെയും അതുപോലെ വീടുകളെയും എല്ലാം ഒഴിച്ചുകൊണ്ട്, അതെല്ലാം വിട്ടൊഴിച്ചുകൊണ്ട് മക്കയിൽ മദീനയിലേക്ക് യാത്ര പോകുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തമായ ഒരു സംഭവം നമുക്കൊക്കെ അറിയാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 53-ാമത്തെ വയസ്സിലാണത് നടക്കുന്നത്. ആ ഹിജ്റ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മക്കയിൽ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ പോകാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. മുസ്ലിമീങ്ങളെ അഥവാ പാവങ്ങളാകുന്ന സ്വഹാബത്തിനെ ഒരുപാട് പീഡനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വിധേയമാക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ താങ്ങാൻ കഴിയാതെ, ശത്രുക്കളുടെ ഇടങ്ങേറുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതാ ഹിജ്റ പോകാനുള്ള തീരുമാനമെടുക്കുന്നു. അല്ലാഹുവിന്റെ നിർദ്ദേശന പ്രകാരമാണ്. എന്നാൽ ലോകത്ത് മക്ക ഹിജ്റ പോകുന്ന സമയത്ത് സ്വന്തം ജന്മനാടാകുന്ന മക്കയെ വിട്ടുകൊണ്ട് അവിടുത്തെ ഉപദ്രവം സഹിക്കാതെ മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി താമസിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ലോകത്ത് അന്ന് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലിരിക്കുമ്പോൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹബീബിന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള സ്ഥലം ഷാമായിരുന്നു. ഷാമിലേക്ക് ഒരുപാട് പ്രാവശ്യം കച്ചവടത്തിന് പോയവരായിരുന്നു. സ്വഹാബത്തിന്റെ കച്ചവടത്തിന്റെ ബിസിനസിന്റെ ബന്ധം ഷാമുമായിട്ടാണ്. അങ്ങനെ സിറിയയിലേക്ക് ഒരുപാട് പ്രാവശ്യം പോവുകയും ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്ന ഷാമുണ്ട്. പക്ഷേ ഷാമിലേക്ക് പോകാനുള്ള തീരുമാനം സ്വഹാബത്ത് എടുക്കുന്നില്ല. ഹബീബ് അവിടത്തേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ അന്ന് ഒരുപാട് വളരെ നിലക്ക് അറിയപ്പെട്ട സ്ഥലമാണ് ഇറാഖ്.
ആ ഇറാഖിലേക്ക് പോകാൻ ഹബീബ് തീരുമാനമെടുക്കുന്നില്ല. ലോകത്ത് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന, പുരോഗമിച്ചു നിൽക്കുന്ന ഒരുപാട് പട്ടണങ്ങളും സിറ്റികളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവിടേക്കൊന്നും പോകാതെ മദീനയെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്താ? ഇറാഖിനെ തെരഞ്ഞെടുത്തില്ലല്ലോ, സിറിയയെ തെരഞ്ഞെടുത്തില്ലല്ലോ, ബഹ്റൈനെ തെരഞ്ഞെടുത്തില്ലല്ലോ. അങ്ങനെ അവിടെയുള്ള പരിസരത്തുള്ള ഒരുപാട് സ്ഥലങ്ങളെ തെരഞ്ഞെടുക്കാതെ മദീനയെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടുകൂടി ഞാൻ ചേർത്ത് പറയട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനയുമായി ബന്ധം പുലർത്തുമെന്നത്, മദീനയിലേക്ക് യാത്ര ചെയ്യുമെന്നുള്ളത്, മദീനയിലേക്ക് കുടിയേറി താമസിക്കുമെന്നുള്ളത് ആ കാലഘട്ടത്തിൽ മാത്രം തീരുമാനമായതല്ല. 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പണികൾ അവിടെ നടന്നിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുമെന്നും അവിടെ താമസിക്കുമെന്നും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകം മനസ്സിലാക്കിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പറയും. ഞാൻ പറഞ്ഞു വന്നത് ഹിജ്റന്റെ സംഭവമാണല്ലോ. ആ ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഹിജ്റ പോയ സംഭവം അതാണ് നിങ്ങളോട് ആദ്യമായി ഉണർത്താനുള്ളത്. ചരിത്രത്തിലെ പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ജീവചരിത്രം മാത്രം വിശദീകരിക്കുന്ന ഒരുപാട് കിതാബുകളുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് ശാമി റഹിമഹുല്ലാഹ് രചിച്ച 14ഓളം വാള്യങ്ങളുള്ള വളരെ വിശാലമായ കിതാബ് സുബുൽ ഹുദാ വർ-റഷാദ്, ആ കിതാബിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അതിൽ സംസാരിക്കുന്നത് ഹബീബിനെ സംബന്ധിച്ചാണ്. ഹബീബിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ചാണ്. അതുപോലെ ഇംതാഉൽ അസ്മാ എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു ബൃഹത്തായ ഗ്രന്ഥമുണ്ട്. ആ കിതാബിലും സംസാരിക്കുന്നത് ഹബീബിനെ സംബന്ധിച്ചാണ്. അങ്ങനെ തുടങ്ങി ഹബീബിന്റെ ജീവചരിത്രങ്ങൾ പറയാൻ പൂർവ്വകാലഘട്ടത്തിലെ ഇമാമുകൾ രചിച്ച കിതാബുകൾ എത്രയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ഞാൻ അതിന്റെ പട്ടി വായിക്കാൻ പോകുന്നില്ല. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകാൻ ഹിജ്റ പോയ സംഭവം, അതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ആ പ്രബോധന പ്രവർത്തനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദീന്, യഥാർത്ഥ ദീന് ഇതാണെന്ന് മനസ്സിലാക്കിയ ഒരുപാട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുകയാണ്. ഈ ഇസ്ലാമിന്റെ മുന്നേറ്റം കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകളായ ജനങ്ങൾ അതാ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുകയാണ്, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ജനങ്ങളതാ ആ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ മക്കയെ വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു, മദീനയുമായി കുടിയേറി താമസിക്കുന്നു. മാത്രമല്ല അവിടെ പോയി ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾ നടത്തുന്നു. അങ്ങനെ മദീനയിലും അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലും ഇസ്ലാമിന്റെ മെമ്പർമാർ വളർന്നു വന്നപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് വല്ലാത്ത വിഷമമാണ്. ഭയങ്കരമായ പേടി അവരുടെ ഹൃദയത്തിൽ പിടികൂടുകയാണ്. ഈ മുഹമ്മദിന്റെ അനുയായികൾ ഈ
മക്കയുടെ ചുറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ മെമ്പർമാരെ ഉണ്ടാക്കുകയാണ് എങ്കിൽ ഇസ്ലാമിലേക്ക് ഒരുപാട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നുണ്ട് എങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകില്ലല്ലോ, ഞങ്ങൾ മതത്തിന് ഇവിടെ നിലനിൽപ്പുണ്ടാകില്ലല്ലോ. മക്കയുടെ മുശ്രിക്കുകൾക്ക് വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ അതാ അവർ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ തീരുമാനമെടുക്കാൻ നിശ്ചയിക്കുന്നു. മുഹമ്മദിന് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, മുഹമ്മദിന് നമ്മൾ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവനെ ഈ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, ആ വിഷയം ചർച്ച ചെയ്യാൻ ആ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ അതാ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. എവിടെയാണ് മീറ്റിംഗ്? ഉസയ്യിബ്നു കിലാബിന്റെ വീടായിരുന്ന ദാറുൽ അർഖമിൽ ദാറുന്നദ്വയിലാണ്. ഉസയ്യിബ്നു കിലാബ് നിർമ്മിച്ച വീടായിരുന്നു. ആ വീട്ടിലാണ് ഹബീബിനെ വകവരുത്താനുള്ള തീരുമാനത്തിന് വേണ്ടി മക്കയുടെ മുശ്രിക്കുകൾ അന്ന് മീറ്റിംഗ് ചേർന്നിട്ടുള്ളത്. ആ മീറ്റിംഗിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ആ മീറ്റിംഗിൽ ആരൊക്കെയാണ്? പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ എണ്ണങ്ങൾ പോലും പറയുന്നുണ്ട്, അവിടെ പേരുകൾ പോലും പറയുന്നുണ്ട്. ഉത്ബത്ത് ഇബ്നു റബിയ, ശൈബത്ത് ഇബ്നു റബിയ, അതുപോലെ അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അദ്ദേഹം അന്ന് അമുസ്ലിമായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അതുപോലെ തുഐമത്ത് ഇബ്നു അദി, ജുബൈർ ഇബ്നു മുതൈം, ഹാരിസ് ഇബ്നു ആമിർ, അങ്ങനെ തുടങ്ങി അബൂജഹൽ, ഹക്കീം ഇബ്നു ഹിസാം, അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജനങ്ങളതാ ആ ദാറുന്നദ്വയിൽ മീറ്റിംഗ് ചേരുന്നു. നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ ഇവിടെ മുമ്പൊരിക്കൽ ഓർമ്മപ്പെടുത്തിയതാണ്. അന്ന് മുശ്രിക്കുകൾ മീറ്റിംഗ് കൂടിയ ഓഫീസിന്റെ പേര് ദാറുന്നദ്വ. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം, ഹബീബിനെ വകവരുത്താനും ഹബീബിനെ നശിപ്പിക്കാനും മക്കയിലെ മുശ്രിക്കുകൾ മീറ്റിംഗ് ചേർന്ന ഓഫീസിന്റെ പേര് ദാറുന്നദ്വ എന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഇന്ന് ഹബീബിന്റെ ശത്രുക്കളായി ജീവിക്കുന്നൊരു കൂട്ടരുണ്ടല്ലോ. ഹബീബിനെ തരംതായിട്ട് ജീവിക്കുന്ന ഇവിടെയുള്ള പുത്തൻവാദികളുണ്ട്. ആ പുത്തൻവാദികൾക്കൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരെന്താണ്? മക്കയുടെ മുശ്രിക്കുകൾ ഓഫീസിന് വെച്ചിരുന്ന ആ പേരാണ്. അതാണ് കേരളത്തിലെ മുജാഹിദുകൾക്കുള്ള ഓഫീസിന്റെ പേര് നദ്വത്തുൽ മുജാഹിദീൻ. ഇന്ന് കേരളത്തിലെ സലഫികൾക്കുള്ള ഓഫീസിന്റെ പേര് നദ്വത്തുൽ മുജാഹിദീൻ എന്നാണ്. മക്കയുടെ മുശ്രിക്കിന്റെ ഓഫീസിന്റെ പേര് ദാറുന്നദ്വത്ത് എന്നാണ്. അങ്ങനെ പേരിൽ തന്നെ ബന്ധമാണ്, കണക്ഷനാണ്. അന്നവർ ഹബീബിനെ ശാരീരികമായി കൊല്ലാനും ശാരീരികമായി വകവരുത്താനും ശാരീരികമായ നിലക്കുള്ള നിലക്ക് നശിപ്പിക്കാനും മുശ്രിക്കുകൾ അന്ന് മീറ്റിംഗ് ചേർന്നിട്ടുണ്ട്. എങ്കിൽ കേരളത്തിലെ സലഫികൾ ഇന്ന് അവരുടെ ഓഫീസിൽ മീറ്റിംഗ് ചേരുന്നത് എന്തിനാണ്? അതേ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം അതിനെ നശിപ്പിക്കാനാണ്. അന്നവർ ഹബീബിനെ നശിപ്പിക്കാൻ വേണ്ടി മീറ്റിംഗ് ചേർന്നു. ഇന്ന് കേരളത്തിലെ സലഫികൾ ഹബീബിന്റെ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ മീറ്റിംഗ് ചേരുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അന്ന് ശാരീരികമായ പീഡനമാണ്, ഇന്ന് ആത്മീയമായ പീഡനമാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇന്നും ജീവിക്കുന്ന ഒരു സലഫി പണ്ഡിതൻ അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ഇന്നവർക്ക് ഹബീബിനെ ശാരീരികമായി കൊല്ലാൻ അവിടുത്തെ ശരീരം അവരുടെ മുന്നിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മൗലവി പ്രസംഗിക്കുന്നു, അതാ ഞങ്ങൾക്ക്
കങ്കാലും സൗദി അറേബ്യയുടെ ഭരണം രണ്ടാമത്തെ ദിവസം ഞങ്ങളിതാ തകർത്തു കളയുമേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്ന് ദാറുന്നദുവയിൽ അബൂജഹൽ മീറ്റിംഗ് കൂടിയുണ്ടാക്കി പാസാക്കിയ തീരുമാനവും ഇന്ന് കേരളത്തിലെ സലഫികൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഓഫീസിലെടുക്കുന്ന തീരുമാനവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അന്ന് ഹബീബിനെ ശാരീരികമായി കൊല്ലാൻ തീരുമാനിച്ചു. ഇന്നോ ആ ഹബീബ് അന്തി ഉറങ്ങുന്ന വീട്, ആ വീടിനെ തകർക്കാനാണ് സലഫി തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു ഒരു വിഷയം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിനെ വകവരുത്താൻ വേണ്ടി ദാറുന്നദുവയിൽ മീറ്റിംഗ് ചേരുകയാണ്. ആ മീറ്റിംഗ് ചേരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതാ അവിടത്തേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. ഫഅതറലഹും ഇബ്ലീസ്. ആ മീറ്റിംഗിന്റെ മീറ്റിംഗ് നടക്കുന്ന ഓഫീസിന്റെ മുന്നിലതാ ഇബ്ലീസ് വന്നു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇബ്ലീസ് വന്നതറിയോ? ഫീ ഹൈദത്തി ശൈഖിൻ ജലീലിൻ അലൈഹി ബസ്ലത്തുൻ. അതാ ആ ഇബ്ലീസ് വരുന്നത് നല്ലൊരു വയസ്സനായ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ്. വയസ്സനായ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ്, നജിദുകാരുടെ വേഷത്തിലാണ് ഇബ്ലീസ് വരുന്നത്. ഓഫീസിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇബ്ലീസ് നിൽക്കുന്നു. അങ്ങനെ നിന്നപ്പോൾ ആ ഓഫീസിലുണ്ടായിരുന്ന അബൂജഹലിന് ഈ വയസ്സന്റെ പരിചയമില്ല, ഇയാളുടെ പരിചയമില്ല. ആ സമയത്ത് അബൂജഹലടക്കമുള്ള ജനങ്ങൾ ചോദിക്കുകയാണ്, മനുഷ്യൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടത്തേക്ക് വന്നത്? ആ സമയത്ത് അതാ ഇബ്ലീസ് പറയുകയാണ്, ഖാല ശൈഖുൻ മിൻ അഹ്ലി നജ്ദ്. അതാ ഇബ്ലീസ് പറയുകയാണ്, ശൈഖുൻ മിൻ അഹ്ലി നജ്ദ്, ഞാനിതാ നജ്ദ് നാട്ടിലെ വയസ്സനായ ആളാണ്. എന്റെ നാട് നജ്ദാണ്. എന്തിനാണ് ഞാൻ വന്നത്? സമിയ ബില്ലദി തഅതും ലഹു. നിങ്ങൾ ഇന്ന് മീറ്റിംഗ് ചേർന്ന വിഷയം എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. നല്ലൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണല്ലോ നിങ്ങൾ ഇവിടെ മീറ്റിംഗ് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അഭിപ്രായം കേൾക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ ഞാൻ പറയാനിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ മീറ്റിംഗ് ചേർന്ന ജനങ്ങളോട് കൂറുപറത്തിയപ്പോൾ അതാ അബൂജഹലടക്കമുള്ള ജനങ്ങൾ പറഞ്ഞു, അജൽ ഫദ്ഖുൽ, എന്നാൽ ഉള്ളിലേക്ക് കടന്നു വന്നോളൂ, ഓഫീസിന്റെ ഉള്ളിലിരുന്നോളൂ. ഇബ്ലീസിനോട് പറയുകയാണ്, അവിടെയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഓഫീസിലേക്ക് ആ വയസ്സനായ ആള് വരുമ്പോൾ അയാള് വന്നത് നജിദുകാരുടെ വേഷത്തിലാണ്. നജിദ് അത് ഏത് സ്ഥലമാണറിയോ? എല്ലാവർക്കും അറിയാം. വഹാബിസത്ത് തുടങ്ങിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ച നാടാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പിറന്ന നാട് നജിദാണ്. ആ നജിദിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹുനാക സലാഹിലു വൽ ഫിതനു വബിഹായത്തുൽ ഖർമ ശൈത്താൻ. നജിദിൽ മതപരമായ കുഴപ്പങ്ങളുണ്ടാകും, ഫിതനുകളുണ്ടാകും. വബിഹായത്തുൽ ഖർമ ശൈത്താൻ, അവിടെ പിശാചിയുടെ ആശയം പ്രചരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ആ നജിദിൽ ജനിച്ചു വരും. അല്ലാഹുവിന്റെ റസൂൽ മുൻകൂട്ടി തന്നെ പറഞ്ഞു. അതാരാ?
അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച കർണു ശൈത്താൻ, പിശാചിയുടെ കൊമ്പ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ആള് ആരാ? മഹാനായ സൈനി ദഹ്ലാൻ റഹിമഹുല്ലാഹ് അതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ശൈത്താനിന്റെ കൊമ്പ് അത് സലഫിസം തുടങ്ങിയ വഹാബിസത്തിന്റെ തുടക്കം കുറിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഞാനിത് വെറുതെ പറയുകയല്ല, മഹാനായ സൈനി ദഹ്ലാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സമകാലീന പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നജിദുമായി ഇബ്ലീസിന് വലിയ ബന്ധമാണ്. ഇബ്ലീസ് എവിടെയെല്ലാം ജനങ്ങളെ കൊടുക്കാൻ പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഹബീബുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഹബീബിനെ ചതിക്കാനും ഹബീബിനെ വകവരുത്താനും എപ്പോഴെല്ലാം സന്ദർഭങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെയും ഇബ്ലീസ് പോയിരുന്നത് നജിദുകാരുടെ വേഷത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഹബീബിന്റെ 36-ാമത്തെ വയസ്സിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പരിശുദ്ധ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന പവിത്രമായ കല്ല്, ആ കല്ലിനെ അവിടെ രണ്ടാമതും പ്രതിഷ്ഠാപിക്കുമ്പോൾ ആരാണ് വെക്കേണ്ടത് എന്ന വിഷയത്തിൽ തർക്കം വന്നു. ഗോത്രങ്ങൾക്കിടയിൽ തർക്കമാണ്, ഭിന്നിപ്പുകളാണ്. ആ സമയത്തിലതാ തർക്കം തീർക്കാൻ വേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഈ വഴിയിലൂടെ ആരാണോ ആദ്യമായി നടന്നു വരുന്നത് അയാളുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കാം. അങ്ങനെ അതാ ആള് വരുന്ന ആളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ സമയത്തതാ വരുന്നു ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന് നുബുവത്ത് ലഭിച്ചിട്ടില്ല, 36 വയസ്സ് മാത്രമാണ്. പക്ഷേ ഹബീബിനെ കണ്ടപ്പോൾ ആ ഖുറൈശികൾക്ക് വല്ലാത്ത ആശ്വാസമാണ്. കാരണം മുഹമ്മദ് ചലിക്കുന്ന ആളല്ല, അനീതി ചെയ്യുന്ന ആളല്ല, നീതിമാന്യനായ അൽ അമീനാൻ. ആ സമയത്ത് ഹബീബിനോട് അവർ വന്ന് പ്രശ്നം പറഞ്ഞു. ഞങ്ങൾക്കുള്ള തർക്കം ഇന്നതാണ്, നിങ്ങൾ എന്താണോ തീരുമാനം പറയുന്നത് അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ സമയത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പെരടിയിലുള്ള ഷാളെടുത്തുകൊണ്ട് നിലത്തിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഹജറുൽ അസ്വദിനെ എടുത്തുകൊണ്ട് ആ ഷാളിന്റെ നടുവിൽ വെക്കുക. എന്നിട്ട് ഓരോ ഗോത്രക്കാരതിന്റെ ഓരോ മൂലകൾ പിടിച്ചുകൊണ്ട് ആ ഹജറുൽ അസ്വദാകുന്ന പവിത്രമാകുന്ന കല്ല് അതിന്റെ യഥാർത്ഥ സ്ഥലത്തിൽ വെക്കുക എന്ന് തീരുമാനം പറഞ്ഞപ്പോൾ അതാ നജിദുകാരനായ നജിദ്നാരന്റെ വേഷത്തിൽ ഇബ്ലീസ് വരുന്നു. വന്നിട്ട് ഖുറൈശികളോട് ചോദിക്കുകയാണ്, ഖുറൈശികളെ, നിങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ വയസ്സന്മാരുണ്ട്, മുതലാളികളുണ്ട്, അധികാരമുള്ളവരുണ്ട്. നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ ഈ സാധുവായ മുഹമ്മദിന്റെ ഈ യുവാവിന്റെ വാക്ക് നിങ്ങൾ കേൾക്കണോ? നിങ്ങൾക്ക് മുഹമ്മദിന്റെ വാക്ക് സ്വീകരിക്കാൻ നാണക്കേടാകുന്നില്ലേ? ഇബ്ലീസ് ചതിക്കാൻ അവിടെയും വരികയാണ്. ആ സമയത്ത് അവൻ വന്നത് നജിദുകാരുടെ വേഷത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വഹാബികൾക്ക് തുടക്കം കുറിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ മനുഷ്യൻ ജനിച്ച നജിദുമായി വലിയ ബന്ധമുള്ളവനാണ്. ഇബ്ലീസുൽ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിയെ നശിപ്പിക്കാനുള്ള തീരുമാനമെടുക്കാൻ
ദാറുൻ നദവയിൽ മുശ്രിക്കുകൾ മീറ്റിംഗ് കൂടിയപ്പോൾ ഇബ്ലീസ് അവിടെ പോയിരുന്നു. അപ്പോൾ അതാ ഒരാൾ എണീച്ചു നിന്നുകൊണ്ട് അഭിപ്രായം പറയുകയാണ്. എന്താണ് മുഹമ്മദിനെ ചെയ്യേണ്ടത് എന്ന് ചർച്ച വരുമ്പോൾ ഒരാൾ എണീച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഇഹ്ബിസൂഹു ഫിൽ ഹദീദ്, അതേ മുഹമ്മദിനെ ചങ്ങല കൊണ്ട് കെട്ടിയിടണം, ഇരുമ്പ് കൊണ്ട് കെട്ടിയിടണം. എന്നിട്ടോ വഅഗ്ലിഖു അലൈഹി ബാബൻ, മുഹമ്മദിനെ ഒരു റൂമിന്റെ ഉള്ളിൽ കൊണ്ട് ബന്ദ് ചെയ്യണം. ثم تربصوا به ما أصاب أشباهه من الشعراء الذين كانوا قبله زهيرا والنابغا. അയാൾ പറയുകയാണ്, മുഹമ്മദിന്റെ കൈകാലുകൾക്ക് ചങ്ങലയിലിട്ടുകൊണ്ട് റൂമിൽ ബന്ദ് ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് മുശ്രിക്കുകൾ ഈ ഒരു തീരുമാനം അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഹബീബിനെതിരെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ആ മുശ്രിക്കിന്റെ ഓഫീസിന്റെ പേര് വെച്ച് നടക്കുന്ന അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചങ്ങാതി പറഞ്ഞില്ലേ? എന്താണ് പറഞ്ഞത്? ഹബീബിന്റെ പൗത്രനാകുന്ന, ഹബീബിന്റെ പേരക്കുട്ടിയാകുന്ന മഹാനായ ഖലീൽ തങ്ങളെ ചങ്ങലയിലിട്ടുകൊണ്ട് റൂമിൽ ബന്ദ് ചെയ്യണമെന്ന് കേരളത്തിൽ ഇന്നും ജീവിക്കുന്ന ഒരു മൗലവി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മുശ്രിക്കുകൾ എടുത്ത തീരുമാനം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന മൗലവിമാരും പാസാക്കിക്കൊണ്ടിരിക്കുന്നത്. അബൂജഹൽ അധ്യക്ഷനായി ദാറുൻ നദവയിൽ എന്ത് തീരുമാനമാണോ എടുത്തിട്ടുള്ളത്, ആ തീരുമാനത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സലഫികളും എടുത്തുകൊണ്ടിരിക്കുകയാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൈനിൽ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് ഒരു റൂമിന്റെ ഉള്ളിലിടണമെന്ന് ഒരു ചങ്ങാതി പറയുകയാണ്. അങ്ങനെ എന്നിട്ട് പറഞ്ഞു, ثم تربصوا به ما أصاب أشباهه من الشعراء الذين كانوا قبله زهيرا والنابغا. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? ആ മുഹമ്മദിനെ ഓഫീസിൽ ബന്ധാക്കി കെട്ടിയിട്ടുകൊണ്ട്, ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് കവിമാരെ കൊന്നിട്ടുണ്ടല്ലോ. സുഹൈറനാബിഗത്ത് എന്ന് പേരുള്ള കവിമാരെ നമ്മൾ ഇതിന് മുമ്പ് കൊന്നുകളഞ്ഞിട്ടുണ്ടല്ലോ, റൂമിലിട്ട് ബന്ധാക്കി. അതുപോലെ മുഹമ്മദിനെ കൊന്നുകളയാ. ഈ തീരുമാനം ഒരു മനുഷ്യനത് ആ മീറ്റിംഗിൽ ഇരുന്നു കൊണ്ട് എടുത്തു പറഞ്ഞപ്പോൾ നജിദ്കാരന്റെ വേഷത്തിൽ വന്ന ഇബ്ലീസ് പറയുകയാണ്, ഈ അഭിപ്രായം ശരിയല്ല. മുഹമ്മദിനെ റൂമിന്റെ ഉള്ളിലിട്ടുകൊണ്ട് ബന്ദ് ചെയ്യണമെന്നുള്ള അഭിപ്രായം ശരിയല്ല. മഹാദാരക്കും ഇത് ശരിയായ തീരുമാനമല്ല. ലയിൻ ഹബസ്തുമൂഹു കമാ തഖൂലൂന ലയഖ്റുജന്ന അംറുഹു മിൻ റാഇൽ ബാബിൽ ലദീ അഗ്ലഖ്തും ദൂനഹു ഇലാ അസ്ഹാബിഹി. നിങ്ങളെങ്കാലും മുഹമ്മദിനെ റൂമിലിട്ടുകൊണ്ട് ബന്ധാക്കിക്കളഞ്ഞാൽ ആ വിവരം അവന്റെ അനുയായികൾക്ക് എത്തുകയില്ലേ? മുഹമ്മദിനെ റൂമിന്റെ ഉള്ളിലിട്ടുകൊണ്ട് ബന്ദ് ചെയ്ത വിവരം അവന്റെ അനുയായികൾക്ക് എത്തുകയില്ലേ? فلأوشكوا أن يثبوا عليكم فينزعوه من أيديكم ثم يكافركم به. അങ്ങനെ അതറിയുമ്പോൾ അവന്റെ അനുയായികൾ വന്നുകൊണ്ട് മുഹമ്മദിനെ അവിടുന്ന് മോചിപ്പിക്കുകയില്ലേ? എന്നിട്ടോ മുഹമ്മദിനെ കൊണ്ടുപോയി ഇവിടൊക്കെ പ്രസംഗിപ്പിച്ച് ജനങ്ങളെ കൂട്ടുകയില്ലേ? ഹത്താ യഗ്ലിബൂക്കും അലാ അംരിക്കും. അവസാനം മുഹമ്മദാ നിങ്ങളൊക്കെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് ആ ഒരു സംഗതി പറ്റുകയില്ല. റൂമിലിട്ടുകൊണ്ട് ബന്ദ് ചെയ്യുന്ന അഭിപ്രായം ശരിയല്ല. അതാ ഇബ്ലീസ് എണീച്ചു നിന്നുകൊണ്ട് അവിടുന്ന് പറയുകയാണ്. ആ സമയത്ത് മറ്റൊരു ചങ്ങാതി എണീച്ചു നിന്നുകൊണ്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്?
അതാ നുഖ്രിജുഹു മിൻ ബൈനി അൽഹുരിനാ ഫനുംഫീഹി മിൻ ബിലാദിനാ ഫഇദാ ഖറജ അന്നാ ഫവല്ലാഹി മാ നുബാലി ഐന ദഹബ വലാ ഹൈഥു വഖാ. ഒന്നാമത്തെ ആള് തീരുമാനം പറഞ്ഞപ്പോൾ ഇബ്ലീസ് അതിനെ തള്ളിക്കളഞ്ഞു. രണ്ടാമത് ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങളൊരു പണി ചെയ്യാം, ഈ മുഹമ്മദിനെ പിടിച്ച് നമ്മൾ നാട് കടത്താം, മക്കയിൽ താമസിക്കാൻ അനുവദിക്കരുത്, അയാളെ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് നമ്മൾ നാട് കടത്താം, എന്നാൽ പ്രശ്നം തീരുമല്ലോ, പിന്നെ നമുക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകൂലല്ലോ. അപ്പോൾ നജിദുകാരന്റെ വേഷത്തിൽ വന്ന ഇബ്ലീസ് എണീച്ചിരുന്നുകൊണ്ട് പറയുകയാണ്, ലാ ഇത് ശരിയല്ല, ഈ തീരുമാനം ശരിയല്ല. അലം തറൗ ഹുസ്ന ഹദീസിഹി വഹലാവത മൻതിഖിഹി വഗലബതഹു അലാ ഖുലൂബി റിജാലി ബിമാ യൽഖി. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് മുഹമ്മദിനെ പരിചയമില്ലോ? മുഹമ്മദ് നല്ല സംസാരിക്കുന്ന ആളല്ലേ, നല്ല വാക്ചാതുര്യമുള്ള ആളല്ലേ.